ഇവനൊക്കെ എന്താന്നോ വല്ല മരത്തിന്റെ ഇടയിലും തണലത്ത് പോയിട്ട് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഓട്ടമില്ല കിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഓട്ടമാണ് ഈ കളത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടണം. എൻ്റെ നഷ്ടങ്ങളും എൻ്റെ ലാഭവും നിങ്ങൾ നോക്കണ്ട. അവനാനും ആണെങ്കിൽ പോയിട്ട് ഓടുക. എൻ്റെ ലാഭവും നഷ്ടവും നോക്കിക്കണ്ട. എൻ്റെ നഷ്ടങ്ങൾ നികത്താൻ ഞാൻ നികത്തിക്കോളാം, നിങ്ങളാരും നികത്തണ്ട. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി കൈകാണ്ടായിരുന്നു, കുറേ വൃത്തികേടായിരുന്നു, ഇവിടെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇന്നലെ കഴുകിട്ടത്. അവിടെ കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞാടി കിടക്കുന്നുണ്ട്. വൈപ്പർ താത്തി വെക്കട്ടെ, അല്ലെങ്കിൽ വൈപ്പർ താത്താൻ മറക്കും. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഊബർ ഓണാക്കട്ടെ. 6:04 ആയിക്കണം കേട്ടോ സമയം. CNG കുറവാട്ടോ. കഴിഞ്ഞ CNGയിൽ തീരെ മൈലേജ് ഇട്ടില്ല. 129 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി 2 അട്ടിപ്പാടാണ്. അതിൽ 2 അട്ടിയിലാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കഴിയാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അടിക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് എടുത്തിട്ട് അടിക്കേണ്ടി വരിക. ബിയിൽ 51 കിലോമീറ്റർ ഓടിയുണ്ട്. അത് 0 ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊബർ റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നേരെ നമ്മൾ പോയോക്കട്ടെ, മുണ്ടമ്പാലം പോയോക്കട്ടെ. അങ്ങനെ നമ്മളെ സ്വറമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോമ്പും കാലം കഴിഞ്ഞിട്ട് വേണം വണ്ടി നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സൂപ്പർ മാർക്കറ്റിലാട്ടോ പാർക്ക് ചെയ്യൽ. ഇനിയിപ്പോൾ ആകെ ഒരു 8-7 നോമ്പും കൂടി ഉള്ളൂ. അല്ലാ, ഗ്ലാസ് കത്തിയിട്ടാണ് പോകുന്നത്. വല്ല കൊതുകും കയറിക്കണമെന്നാവും. എന്താവും ഇനിയിപ്പോൾ AC ഇടുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. നമ്മളെ പെരുന്നാക്കൊക്കെയുള്ള മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിട്ടോ. ഇന്നലെയാണ് പോയി വെട്ടിയത്. ഇനിയിപ്പോൾ ആകെ കുറച്ച് ഒരാഴ്ചയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് വലിയ മുടി വരലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ട് പെരുന്നാളിൻ്റെ തലേന്നൊരു വെട്ട്. എനിക്ക് വയ്യ നാട്ടിൽ പോയിട്ട് അങ്ങനെ വരിക്കാൻ. അല്ലെങ്കിൽ കുറച്ച് മുടി വെട്ടാൻ ലേറ്റായിട്ടേ നല്ലോണം പൊന്ത പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിന്. ഇനിയിപ്പോൾ അന്ന് തിരക്കൊണ്ട് മുടി വെട്ടാൻ പറ്റില്ലെങ്കിലേ ആകെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ തന്നെ പോയി വെട്ടി. ഇന്ന് നമ്മളേ കുറച്ചൊരു പൊടിക്ക് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടോ. കാരണം നമ്മൾ 6:15 6:20 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങൽ. ഇന്നിപ്പോൾ 6:15 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു എയർപോർട്ട് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഭാഗ്യമായിരുന്നു. ഒരു 600 700 800 റുപ്യേൻ്റെ അല്ലേ. കുറേ ദിവസമായി എയർപോർട്ടൊക്കെ ഒന്ന് പോയിട്ട്. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കിട്ടില്ല. എന്നാലും ഒന്നേരം കിട്ടിയൊരു സമാധാനമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 6:58 സമയം. റാപ്പിഡോലാണ് അടിച്ചത്, ഒരു ഗ്രീഷ്മ. അപ്പോൾ ഊബർ ജസ്റ്റ് ഓഫ്ലൈൻ ആക്കട്ടെ കേട്ടോ. 210 രൂപയുടെ ട്രിപ്പാട്ടോ. റാപ്പിഡോലാണ് അടിച്ചിരിക്കണത്. അപ്പോൾ പിക്കപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട്? 800 മീറ്റർ കേട്ടോ. പിക്കപ്പ് 3 മിനിറ്റ്. CNG ഒരു കട്ടായിട്ടുണ്ട് കേട്ടോ. 700 മീറ്റർ പോന്നിട്ടുള്ളൂ. അപ്പം ഇനി ഇത് വല്ല പമ്പിൻ്റെ അടുത്ത് കാണുന്നുണ്ടെങ്കിൽ CNG അടിക്കണം. അപ്പം നമ്മളിവിടെ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറെ കാണാനില്ല. പോരുന്ന വഴിക്ക് അവിടെ ഒരു ചേച്ചിയും കുട്ടിയും നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ വിളിച്ചെന്ന് ചോദിച്ചില്ല പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. വിളിച്ചു നോക്കട്ടെ. ആള് വരുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ വരുന്നുണ്ട്. നമ്മളെ കൈനീട്ട ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 214 രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത്. 2 ചേച്ചിമാരായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. പള്ളിയിലച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞാനേതായാലും ഊബർ ഓഫാക്കി കാണല്ലോ. അപ്പോൾ ഇവിടെ കമ്പനി പടിക്കാട്ടോ നമ്മൾ ഡ്രോപ്പ് ചെയ്തിക്കണേ. കറക്റ്റ് CNG പമ്പക്ക് ഇനി ഒരു 1.5-2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ CNG എന്തായാലും വാണിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഊബർ ഇപ്പോൾ ഓണാക്കണില്ല. പോയിട്ട് CNG അടിക്കട്ടെ വേഗം പോയിട്ട്. അങ്ങനെ നമ്മൾ CNG പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വണ്ടി ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇനി 2 വണ്ടിയും പാടെ ഉള്ളൂ. ഇവിടെ ഇന്ന് ഒരു കുറ്റിയുള്ളൂ വർക്കിംഗ് ഉള്ളൂ. ആ കുറ്റി വർക്കിംഗ് അല്ല. അതുകൊണ്ട് പെട്ടെന്ന് നീങ്ങി പോണില്ല. നമ്മൾ ഇന്നലെ ചലഞ്ച് വീഡിയോ ഇട്ടിട്ട് അതിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമൻറ്റുകൾ. ഞാൻ കാട്ടിത്തരുമെന്ന് നോക്കി. ഇൻസ്റ്റഗ്രാമിലാട്ടോ വന്നിട്ടുള്ളത്. 22 കമൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒക്കെ മോശം കമൻ്റ് അല്ല. അതുകൊണ്ട് ഒരു കമൻറ്റ്, നിൻ്റെ ലൈസൻസ് ഉടൻ പോയിക്കോളും. സംഭവമേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വണ്ടി ഓട്ടുമ്പോൾ വ്ളോഗ് എടുക്കണതിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മൊബൈൽ കയ്യിൽ പിടിച്ച് പോണത്. ഞാൻ വണ്ടി ഓട്ടുമ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടല്ല വ്ളോഗ് എടുക്കണം. ഇപ്പോൾ കയ്യുമ്പോൾ പിടിച്ചിട്ട് എടുക്കണേ. ഇവിടെ കസ്റ്റമർ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കണത് വേറെ സംഭവമാണ്. മേലുണ്ട്, അത് ഞാൻ എന്തായാലും കാട്ടിത്തരൂല. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അതും വ്ളോഗ് എടുക്കണത് തന്നെയാണ്. വേറെ എനിക്ക് മൊബൈൽ വെച്ച് ഊബർ ഓടാൻ വേറെ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റാൻഡ് ഞാൻ കാട്ടിത്തരുന്നില്ല. എന്തായാലും ഓന് പോയിട്ട് കേസ് കൊടുക്കട്ടെ. എന്നിട്ട് MVDൻ്റെ അടുത്തുനിന്നോ ആർക്കാച്ചാൽ കാട്ടി കൊടുക്കാം. ഇത് നമ്മൾ കൈകൊണ്ടല്ല എടുക്കണേന്ന്. പിന്നെ ഏതോ ഒരു കാക്കു കമൻ്റ് ഇട്ടിക്കണ്, ഒന്ന് പോടാ കോപ്പേന്ന്. ഓക്കെ കോപ്പേ, ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ആരോമൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേറൊന്ന്, ഇവൻ കാരണം ഡ്രൈവർമാർക്കും നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്ത് പണിയാണ് നമ്മളെ കൊണ്ട് കിട്ടണേന്നാവോ. ഇവനൊക്കെ എന്താന്നോ വല്ല മരത്തിൻ്റെ ഇടയിലും തണലത്ത് പോയിട്ട് ഇങ്ങനെ വിശ്രമിച്ചിരിക്കണുണ്ടാവും. എന്നിട്ട് ഓട്ടമില്ല കിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഓട്ടമാണ് ഈ കളത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടണം. പിന്നെ ഒരാൾ സത്യത്തിൽ ഇവനിക്ക് വട്ടാണോ? എനിക്ക് വട്ട് തന്നെ. പിന്നെ ഒരാൾ എന്താ,
ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാ ബ്രോ? ഒരു വണ്ടി എടുത്തിട്ട് സ്റ്റാൻഡിൽ പോയി കിടന്നാൽ പോരെ? ട്രിപ്പ് എന്തായാലും കിട്ടും, അത് ഫ്രീ ആയിട്ട് ഓട്, അല്ലാതെ ഓൺലൈൻ ആപ്പ് എടുത്ത് ഫ്രീ ആയിട്ട് ഓടാതെ. അത് പറഞ്ഞതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ഫ്രീ ആയിട്ട് കൊടുക്കണതൊക്കെ ഇവർക്ക് എങ്ങനെ ബാധിക്കണമോ? എൻ്റെ വണ്ടി കയറുന്നവർക്ക് ചില ആൾക്കാർക്ക് ഒരു ദിവസം ഒരാൾക്കൊക്കെ ഞാൻ കൊടുക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എല്ലാതും പാടെ ഒരു ദിവസം കണ്ടിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ കണ്ടാലും ഇപ്പോൾ എന്താ, ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ എണ്ണ അടിക്കണതും വണ്ടി വാങ്ങിയതും. അത് ഞാൻ ചിലപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ട്രിപ്പ് ഫ്രീ ആയി കൊടുക്കും. ഇതിപ്പോൾ നാളെ എൻ്റെ വീട്ടുകാർ വന്നാൽ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് ഓടാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. എൻ്റെ നഷ്ടങ്ങളും എൻ്റെ ലാഭവും നിങ്ങൾ നോക്കണ്ട. അവനാരും ആണെങ്കിൽ പോയിട്ട് ഓടുക. എൻ്റെ ലാഭവും നഷ്ടവും നോക്കിക്കണ്ട. എൻ്റെ നഷ്ടങ്ങൾ നികത്താൻ ഞാൻ നികത്തിക്കോളാം, നിങ്ങളാരും നികത്തണ്ട. ഓക്കെ, അടുത്ത വണ്ടി നമ്മളത് കേട്ടോ, CNG അടിക്കാൻ. അതുകൊണ്ട് ഞാൻ ഊബർ ഓണാക്കട്ടെ. ഇനിയിപ്പോൾ ട്രിപ്പ് അടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഫ്യൂൽ അടിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു എന്ന് പറയാം. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, വെയിറ്റ് ചെയ്യുമായിരിക്കും. 0 ഏണിങ്സ് ആട്ടോ ഊബറിൽ. അങ്ങനെ നമ്മൾ CNG അടിച്ചിട്ടോ, 753 രൂപ കട്ടായത്. 700 ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ബിയിൽ 13 കിലോമീറ്റർ ഓടി. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട് കേട്ടോ. CNG 142 കിലോമീറ്റർ കഴിഞ്ഞതിൽ ഓടിയത്. അത് 0 ആക്കി വെച്ചിട്ടുണ്ട്. സമയം 7:42 ആയിക്കണു. ഏകദേശം ഒരു 15-20 മിനിറ്റോളം പോയി. റോട്ടിലൊക്കെ അത്യാവശ്യം ബ്ലോക്കായി. ഇനി വേഗം പോയിട്ട് ഓടട്ടെ. കുറച്ച് കളമശ്ശേരി ഭാഗത്തേക്ക് അങ്ങനെ പോയോക്കാം. ഇവിടെ നിന്നാൽ അല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പുളിഞ്ചോട്ടിൽ നിന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിക്കലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് യാത്ര ഓണാക്കിയത്. അപ്പോൾ യാത്രയിൽ ഇതാ ട്രിപ്പ് അടിക്കണേ. 19 കിലോമീറ്റർ ഡ്രോപ്പും 2 കിലോമീറ്റർ പിക്കപ്പും 370 രൂപ. നോൺ AC ആട്ടോ. ഞാൻ ഏതായാലും എടുത്തിട്ടില്ല, കടയിരുപ്പിക്കാണ്. അവിടേക്ക് പോയാൽ പിന്നെ റിട്ടേൺ അടിക്കൂല. പിന്നെ പോണതും ചെറിയൊരു നഷ്ട ട്രിപ്പാണ്, 370 അല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ എടുത്തിട്ടില്ല. യാത്ര അപ്പോൾ അടിക്കുന്നുണ്ട്. ഓണാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ. യാത്രയിൽ ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങിക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ കിടക്കട്ടെ. നല്ല ട്രിപ്പ് ഇട്ടാണെങ്കിൽ എടുത്ത് ഓടാലോ. ഊബറിൽ നല്ലൊരു മാച്ച്. 4.5 കിലോമീറ്റർ പിക്കപ്പും 3 കിലോമീറ്റർ ഡ്രോപ്പും 102 രൂപ. എന്താ ഇപ്പം ഇത്? ആലുവക്കാണ്. എനിക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ട് ഒരു 100 രൂപയുടെ. അത് പിക്കപ്പ് ഇപ്പോൾ 400 മീറ്ററും കൂടി ഉള്ളു എത്താനായിട്ടുണ്ട്. ഞാനൊരു കോളിലായതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഇവിടെ കൊല്ലംകുടിമുകളുള്ളൊരു ഫ്ലാറ്റിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ഒരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. 245 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ റാപ്പിഡോയിൽ. 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ മണലിമുക്ക് ആ ഭാഗത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ നമ്മളെ കൊല്ലംകുടിമുകളാണ്. അപ്പോൾ എനിക്കൊന്നിങ്ങനെ CNG അടിച്ചപ്പോഴേ എനിക്കൊന്നിങ്ങനെ ബാത്റൂമിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊബറിൻ്റെ ട്രിപ്പ് ഉണ്ടല്ലോ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്, അത് ജസ്റ്റ് 1 കിലോമീറ്റർ പോയപ്പോൾ തന്നെ പിന്നെ ഒരു 3 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടുന്ന് ട്രിപ്പ് അടിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് 0 കിലോമീറ്ററാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് തന്നെയാണ് പിക്കപ്പ്. എനിക്ക് മനസ്സിലായി. ആലുവയിൽ ഏതോ ഒരു വലിയ തിരക്കുള്ള ഏതൊരു ട്രെയിൻ വന്നിക്കണോന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി പോകുന്നപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു കൊല്ലംകുടിമുകൾ. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്താണല്ലോ, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള റൂമിക്ക്. അപ്പോൾ എനിക്കൊന്ന് ബാത്റൂമിൽ പോകും വേണം. അപ്പോൾ ഞാൻ ആ ഊബറിൻ്റെ ട്രിപ്പ് ജസ്റ്റ് ക്യാൻസൽ ചെയ്തു. അതും സെയിം റേറ്റ് തന്നെ തോന്നുന്നുണ്ട്. അത് എടുക്കാൻ ഡ്രോപ്പ് എടുക്കാൻ നോക്കിയില്ല. ഇത് കൊല്ലംകുടിമുകളായതുകൊണ്ട് ഇത് ഞാൻ വേഗം എടുത്ത്. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഊബർ ഓൾറെഡി ഞാൻ അപ്പോൾ തന്നെ ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി റാപ്പിഡോ പാട് ഓഫാക്കിയിട്ട് റൂമിലേക്ക് പോയാക്കോട്ടെ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് കാണാം. ചെറിയ വഴിയിലൂടെ നമ്മൾ പോണത്. വണ്ടികൾ വരാതിരുന്നാൽ ഭാഗ്യം. ഭാഗ്യത്തിന് വണ്ടികളൊന്നും വന്നില്ല. ഞാനിപ്പോൾ ഈ വഴിയിലൂടെ അങ്ങനെ വല്ലാണ്ട് വരലില്ല, കുറേ ദിവസമായി വന്നിട്ട്. നാളെ ഇതേപോലെ ഇതിനുള്ളിൽ ഇങ്ങനെ പെട്ടിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഷോർട്ട് എടുക്കണേ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഒന്ന് പോകാൻ നോക്കിയത്. ആ ഭാഗത്ത് കൂടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് എന്നും നമ്മൾ നേരെ അടിയുന്നുണ്ടോ ആ ഭാഗത്തു നിന്നാണ് നമ്മളെന്നും രാത്രി എപ്പോഴും വരല്. അതുകൊണ്ട് നമുക്ക് ഈ ഷോർട്ട് എടുക്കേണ്ട ആവശ്യം വരലില്ല. ഇവിടെ റോഡ് ബ്ലോക്ക് ആണല്ലോ, വണ്ടി പോകൂലേ? ഈ വണ്ടി മാറ്റിയാൽ ജസ്റ്റ് പോവാം. റോഡ് പണി എടുക്കട്ടെ. ഇവിടെ ഭയങ്കര ഒരു കൊക്കായിരുന്നു. ഇപ്പോൾ അത് മാറി ലെഫ്റ്റ് കണ്ടോ, മതിലൊക്കെ കെട്ടിയിട്ട് വീതി വിട്ടുണ്ട് റോഡ്. അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് ഒരു 9:07 ആയപ്പോൾ ഒരു നിഷാന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് നടന്നിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട്. നമ്മളെ മുണ്ടമ്പാലത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ആളിതുവരെ മെസ്സേജ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ക്യാൻസൽ ചെയ്യുമെന്നാവും, ഡെലിവേർഡ് ആയിട്ടുള്ളൂ. അത് കണ്ടിട്ടില്ല. ഞാനേതായാലും വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളെ 2 വട്ടം CNG കഴിഞ്ഞു കേട്ടോ. 23 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയത്. ഇനി ഇവിടുന്ന് 400 മീറ്റർ എന്തോ ഉള്ളൂ കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട്. ഇത് നോർത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ തോന്നുന്നുണ്ട് ഡ്രോപ്പ്. 35 മിനിറ്റ് അത്ര സമയം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാത്തത്. വണ്ടി കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ പിന്നെ 200 സംതിങ് എത്ര റേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ റൂമിൽ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ള ട്രിപ്പ് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഏത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയത്തിന് ചിലപ്പോൾ ട്രിപ്പ് അടിക്കൂല. പിന്നെ വെറുതെ പോസ്റ്റായി കിടക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി 30-35 മിനിറ്റ് ആണെങ്കിലും അത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ പോവാം.
ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ബോംബെ കഫേൻ്റെ അടുത്തായിട്ടുള്ളത്. സമയം 3:15 984 രൂപ കേട്ടോ ഊബറിൽ ഓടിയത്. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് 12:19 കാക്കനാട്ടിക്ക് ഒരു ട്രിപ്പ് അടിച്ചത് സൗത്ത് നിന്ന്. പിന്നെ അടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ സമയം 3:15. ഞാൻ നമ്മളെ കാക്കനാട്ടത്തെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എൻജോ കോട്ടേഴ്സിക്ക് ഇങ്ങനെ വന്നപ്പോൾ അവിടെ നമ്മൾ വിഷ്ണു ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇങ്ങനെ ഓണാക്കിയാണ്ട് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പക്ഷെ ട്രിപ്പ് അടിച്ചില്ല. വിഷ്ണുവിന് ഇപ്പോൾ യാത്രയിൽ ട്രിപ്പ് അടിച്ചിട്ടാവും പോയി. ഞാൻ യാത്ര ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. യാത്ര നമ്മൾ ഓണാക്കലില്ലല്ലോ. അതുകൊണ്ട് റാപ്പിഡോയിലും ഊബറിലും പിന്നെ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നപ്പോൾ ഊബറിൽ ഒരു 190 റുപ്യേൻ്റെ ട്രിപ്പ്, മാച്ച് ട്രിപ്പ് ഒരു 4 വട്ടം ഇങ്ങനെ വന്നു. അത് എന്തോ സംഭവം എന്നാവോ, തൃപ്പൂണിത്തറക്കുള്ള ഒരു മാച്ച് ട്രിപ്പ്. പക്ഷെ അത് 4 വട്ടം വന്നിട്ട് കിട്ടിയില്ല. ഞാൻ ഏതായാലും ഊബർ ഓഫ്ലൈൻ ആക്കിയില്ല. ഞാനിങ്ങനെ ഓൺ ആക്കിയിട്ട് തന്നെ ഇങ്ങനെ റൂമിലേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇനി ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി. ഇനി നാളെ ഇറങ്ങാം. ഇന്നിപ്പോൾ 12:15 അടിച്ചതാണ് ലാസ്റ്റ്. ഇപ്പോൾ 3:15 സമയം. അപ്പോൾ ഊബറിൽ ഇപ്പോൾ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുത്ത് ഓടും. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ റൂമിൽ കയറിയിട്ട് ഊബർ ഓഫ് ചെയ്യും. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. എത്രങ്ങാനും നല്ല വെയിലാണ്. ഏസിട്ട് ഇങ്ങനെ നിന്നാലേ മുതലാവില്ല. ഇനി ഒരു ഹാഫ് കട്ട CNG പാടുണ്ട്, നാളെ എടുക്കാം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 3:24 അതിൻ്റെ സമയം. ഇന്ന് നമ്മൾ ടോട്ടൽ 6 ട്രിപ്പായിട്ട് എടുത്തത്. നമുക്ക് നേരത്തെ ഇവിടുന്ന് കൊല്ലംകുടിമുകളിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയപ്പോഴാണല്ലോ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയത്. അത് ഏതാണെന്ന് ഇതാണ് കൊല്ലംകുടിമുകളിൽ നിന്ന് സൗത്ത് റോഡോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് കാട്ടോ ട്രിപ്പ് അടിച്ചിക്കണേ. അതിനുശേഷം ഒരു 6 ട്രിപ്പ് കഴിഞ്ഞ് 12:20 ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കട്ടെ. എന്നാൽ പിന്നെ നോമ്പ് ഉറക്കണ സമയത്ത് ഇനി നീച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ബ്ലോക്കിൻ്റെ സമയത്ത് ഞാൻ എന്തായാലും ഇറങ്ങണില്ല. അപ്പം ഇനി ഏതായാലും നാളെ കാണാം.